നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ പൈലിപ്പുറത്ത് സോഫ നിർമ്മാണശാലയിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. ആളപായമില്ല. ഷോർട്ട് സർക്യൂട്ട് ആവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശനിയാഴ്ച രാവിലെ 6:30 മണിയോടെയാണ് സംഭവം. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറത്തിന് സമീപം പ്രവർത്തിക്കുന്ന കസാരോ സോഫ ആൻഡ് ഇന്റീരിയൽ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സോഫ നിർമ്മാണശാലയുടെ പിറകുവശത്തു നിന്നുമാണ് തീ പടർന്നത്. പുലർച്ചെ 2 മണിവരെ സ്ഥാപനത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സംഭവ സമയം ഒരു തൊഴിലാളിയാണ് ഉണ്ടായിരുന്നത്. തീ പടർന്നത് കണ്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയതോടെ ആളപായമുണ്ടായില്ല. തീയും പുകയും ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് കൊപ്പം പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു. 7:30 ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. തുടർന്നാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അപ്പോഴേക്കും സോഫ നിർമ്മാണശാലയുടെ ഭൂരിഭാഗവും കത്തി അമർന്നിരുന്നു. ഷീറ്റിട്ട 3 ഷെഡുകളായാണ് തീപിടുത്തമുണ്ടായത്. യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചു. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ ടീമിന്റെയും മണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമത്തിലൂടെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ടായിരുന്നു. 6:30 കൂടിയിട്ടാണ് നീക്കുന്നത്. നീച്ചതിന് ശേഷം പുറത്ത് ഇറങ്ങി മറ്റേ ഒരു കളിയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഒരു ടീമിനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു സ്കൂളിന്റെ. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അവിടെ വടക്ക് ഭാഗത്ത് നിന്ന് തീ കാണുന്നത്. അത് കമ്പനിയുടെ പുറകുവശമാണ്. അവിടെ നിന്ന് ധാരാളം തീ ഉയരുന്ന കണ്ടപ്പോൾ ഉടൻ തന്നെ കമ്പനിയിലുള്ളൊരു അവിടെ നിൽക്കുന്നൊരു പയ്യുണ്ട്, ഷെയ്ഫ് എന്ന പേര്. അവനെ വിളിച്ചു. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ, കത്തുന്നുണ്ട്, മാഷ് ഫയർഫോഴ്സിനെ വിളിക്കു പറഞ്ഞു. അപ്പോൾ ഫയർഫോഴ്സിനെ ആദ്യം വിളിച്ചപ്പോൾ പട്ടാമ്പിയിലെ ഓഫീസിൽ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. അങ്ങനെയാണ് കൊപ്പ SIനെ വിളിച്ചു. കൊപ്പ SI ഇടപെട്ടിട്ടാണ് ഷൊർണൂരുമായി ബന്ധപ്പെട്ട് 3 യൂണിറ്റ് പെരിന്തമണ്ണ അതുപോലെ തിരൂര് ഒക്കെ ഉടനടി ബന്ധപ്പെട്ട് എല്ലാ വണ്ടികളും ഒരുമിച്ചാണ് എത്തിയത്. ഏകദേശം 7:45 കൂടി എല്ലാ വണ്ടികളും എത്തി. 4-5 വണ്ടികൾ എത്തി. അതിനുശേഷമാണ് ഇത് അണയ്ക്കുന്ന പരിപാടി തുടങ്ങിയത്. അപ്പോഴേക്കും ഒരു ബിൽഡിംഗ് മുഴുവൻ കത്തി അമർന്നിരുന്നു. ആളുകൾക്ക് അവിടെ ആരും താമസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇന്നലെ അവിടെ വേസ്റ്റ് ഒരു ലോഡ് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ആഘാതം കുറച്ച് കുറയാനും സാധ്യമായി. എന്നിരുന്നാലും അപകടം ഉണ്ടായില്ല. കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ എത്താൻ കഴിഞ്ഞു. വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്. ചെമ്പ്ര മലപ്പുറം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പട്ടാമ്പി, ഷൊർണൂർ, തിരൂർ, പെരിന്തമണ്ണ തുടങ്ങിയവിടെ നിന്നുമുള്ള 6 യൂണിറ്റ് ഫയർഫോഴ്സാണ് സംഭവ സ്ഥലത്ത് എത്തിയത്. കൊപ്പം പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ചാലിശ്ശേരിയിൽ വാട്ടർ അതോറിറ്റി അടച്ചുപൂട്ടിയ കുടിവെള്ള ടാപ്പ് അടുത്ത ദിവസം പുനഃസ്ഥാപിക്കും. മന്ത്രി MB രാജേഷിന്റെ ഓഫീസ് ഇടപെടലിനെ തുടർന്നാണ് നടപടി. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സ്ഥാപിച്ചിരുന്ന 24 മണിക്കൂറും കുടിവെള്ളം ലഭ്യമായിരുന്ന പൊതു ടാപ്പ് കേരള വാട്ടർ അതോറിറ്റി 2 ആഴ്ച മുൻപ് അടച്ചുപൂട്ടിയിരുന്നു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ VS ശിവാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി എന്നിവർ സംയുക്തമായി മന്ത്രി MB രാജേഷിന് നിവേദനം നൽകിയിരുന്നു. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഞായറാഴ്ച കുടിവെള്ള ടാപ്പ് പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി. വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി പൈപ്പ് പുനഃസ്ഥാപിക്കും. വെള്ളിയാങ്കല്ല് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്ത് ചാലിശ്ശേരി പ്രദേശവാസികൾ കിലോമീറ്ററുകളോളം വന്ന് വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ പൊതു പൈപ്പിൽ നിന്നാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ താമ്പരം മംഗലാപുരം തീവണ്ടിയിൽ നിന്നാണ് 2 ബാഗുകളിലായി 18 കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ പോലീസ് DYSP M സന്തോഷ് കുമാറിന്റെയും ഷൊർണൂർ റെയിൽവേ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PV രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ശക്തമായ പരിശോധന തുടരുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു അറിയിച്ചു. SIമാരായ ജോഷ് വി, MS ജയപ്രകാശ്, ASI സുപ്രിയ എന്നിവരാണ് കഞ്ചാവ് കണ്ടെത്തിയ സംഘത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച 12.5 കിലോ കഞ്ചാവ് കണ്ടെത്തിയിരുന്നു. പട്ടാമ്പി നഗരസഭയിലെ പൊതുശ്മശാനം തുറന്നുകൊടുക്കാൻ നടപടിയാകുന്നു. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അനുമതിയായത്. 1970 കാലഘട്ടത്തിലാണ് പട്ടാമ്പിയിലെ കീഴായൂർ നമ്പർ റോഡിലെ ഭാരതപ്പുഴത്തെ പൊതുശ്മശാനം സ്ഥാപിച്ചത്. പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനത്തിനെതിരെ പരിസരവാസികൾ
കോടതിയെ സമീപിച്ചതോടെയാണ് പൊതുശ്മശാനം ഉപയോഗിക്കാനാവാതെ കിടക്കുകയായിരുന്നു. തുടർന്ന് കാട് കയറി ഇത് നശിക്കുവാനും തുടങ്ങി. ഹൈക്കോടതിയിൽ നിന്നും പൊതുശ്മശാനം തുറക്കുവാൻ അനുകൂല വിധി ഉണ്ടായെങ്കിലും ഇത് തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ജില്ലാ കളക്ടർ അനുമതി കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ശ്മശാനം നിർമ്മിക്കുവാൻ ഇനി നടപടികൾ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിച്ച സ്ഥിതിക്ക് നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ടു പോകുമെന്നും 50 ലക്ഷം രൂപയുടെ മിഷനറികൾ ഉടൻ സ്ഥാപിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. പട്ടാമ്പി ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പണി നടത്തുന്നതിനുള്ള ലൈസൻസാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. നിരവധി വർഷങ്ങളായി നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക സമുദായക്കാർക്ക് അടക്കം ചെയ്യുന്നതിനുള്ള യാതൊരു സംവിധാനവും പട്ടാമ്പി നഗരസഭയിൽ ഇല്ലായിരുന്നു. അതിന് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ തുടങ്ങായി. നമുക്ക് നമ്മുടെ ഈ ഭരണസമിതി നിലവിൽ വരുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയൊരു പ്രധാന കാര്യമായിരുന്നു ശ്മശാനം എന്നുള്ളത്. അതിനുകൂടി ഒരു അംഗീകാരം കൂടി നമുക്ക് നേടാൻ സാധിക്കുകയാണ്. തീർച്ചയായും തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പണികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, MP ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 2 ഫണ്ടുകൾ കൂടിയിട്ട് നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ ടെൻഡറുകളും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികളുമായിട്ടാണ് നഗരസഭ പോകുന്നത്. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി പട്ടിത്തറ പഞ്ചായത്തിൽ മനുഷ്യച്ചങ്ങല, ഫ്ലാഷ് മോബ് എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാർ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ, ക്ലബ്ബുകൾ, വിവിധ രാഷ്ട്രീയ സംഘടനകൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മൈനോറിറ്റി കോളേജ് വിദ്യാർത്ഥികൾ, വട്ടേനാട് സ്കൂൾ NSS വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയായ എബ്രസ് ഓഫിലെ വിവിധ രാജ്യങ്ങളിലെ അധ്യാപകർ ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ സന്ദർശനം നടത്തി. വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എബ്രസ് ഓഫ്. സംഘടനാ പ്രസിഡന്റ് കാമില ലീൽ റോസായുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് സന്ദർശനം നടത്തിയത്. കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുകയും അത് മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുകയും ഭാവിയിലെ വിദ്യാഭ്യാസം കേരളത്തിൽ വാർത്തെടുക്കുകയുമാണ് ഉദ്ദേശലക്ഷ്യമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞ സ്കൂളിലെത്തിയ സംഘത്തിനെ പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം എന്നീ പരിപാടികളുമുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുമായി സംഘം സംവാദത്തിലേർപ്പെടുകയും ചെയ്തു. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലും സംഘം സന്ദർശനം നടത്തി. ആറ്റൂർ അറഫ സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി KS ഹംസ, സ്കൂൾ പ്രിൻസിപ്പാൾ വസന്ത മാധവൻ, മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഫൈസൽ മുഹമ്മദ്, ഡോക്ടർ ഷഹന, PA അബ്ദുൽ ലത്തീഫ് എന്നിവരും പങ്കെടുത്തു സംസാരിച്ചു. CCTV ന്യൂസ് തളി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന GCC അക്കാദമിയിലെ പുതിയ ബാച്ചിലെ താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനം ചെയ്തു. ക്ലബ്ബ് ഹൌസിൽ നടന്ന ചടങ്ങ് രക്ഷാധികാരി ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി അധ്യക്ഷനായി. ജേഴ്സി പ്രകാശനം ശശി കരിപ്പാലി, ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അക്കാദമിയിലെ 7 പേർ പാലക്കാട് ജില്ലാ സ്കൂൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതായി ചടങ്ങിൽ അറിയിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി ബിനു, സെക്രട്ടറി MM ഇക്ബാൽ, ആദ്യകാല താരം തമ്പി അരുമ്പൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉമ്മർ, ബാബു P. ജോർജ്, ഷാജഹാൻ നാലകത്ത്, ബോബൻ C. പോൾ, ജിജു ജേക്കബ്, കോച്ചുമാരായ റംഷാദ്, നിഖിൽ എന്നിവർ സംസാരിച്ചു. നൌഷാദ് മുക്കൂട്ട സ്വാഗതവും ട്രഷറർ TM ബഷീർ നന്ദിയും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദര സദസ്സും സ്വീകരണവും സംഘടിപ്പിച്ചു. ചേലക്കര നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിലേക്കും ചേലക്കര നിയോജക മണ്ഡലം വൈസ് ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ട G. ഹരിദാസിനും ചേലക്കര നിയോജകമണ്ഡലം ചെയർമാനും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട P. നാരായണൻകുട്ടി, വയനാട് ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തകനായി ദേശമംഗലത്തെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകൻ അബ്ദുൾ സലാം എന്നിവരെയാണ് ആദരിച്ചത്. ദേശമംഗലം ആശുപത്രി പരിസരത്തു നിന്നും ഘോഷയാത്രയോടുകൂടിയാണ് പ്രവർത്തകർ സമ്മേളന സ്ഥലത്തേക്ക് എത്തിയത്.
സംഘടനാ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സുബൈർ വാഴാലിപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർമാൻ റോസ്മേരി, ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബു, വരവൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അസീസ്, ദേശമംഗലം യൂണിറ്റ് അംഗങ്ങളായ നന്ദകുമാർ, TM യൂസഫ്, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് KP സുകുമാരൻ, കൃഷ്ണകുമാർ, മുൻ ജനറൽ സെക്രട്ടറി PAM അഷ്റഫ്, CH മുസ്തഫ, ഷഹനാസ്, മിനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആ സംഘടന നേതൃത്വത്തിന് ആവശ്യം പകരുന്നത് ഇതുപോലുള്ള അനുമോദനങ്ങളും ആദരവുകളുമാണ്. ഒരു യൂണിറ്റിൽ നിന്നും ഒരു നേതാക്കൾക്കും സാമ്പത്തികമായ നേട്ടമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ ആദരവ് വിശിഷ്യ നമ്മുടെ സ്വന്തം യൂണിറ്റുകളിൽ നിന്ന്, സ്വന്തം നാട്ടുകാരിൽ നിന്ന് ഇതുപോലെ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ അതുമാതിരി സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. CCTV ന്യൂസ്, തളി. കനിവ് ന്യൂ ബസാർ ചാരിറ്റി പ്രവർത്തനം ആരംഭിച്ചു. കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൂറ്റനാട് കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് ഷിയാസ് അലി വാഫി ഉദ്ഘാടനം ചെയ്തു. കനിവ് ന്യൂ ബസാർ ചാരിറ്റി പ്രസിഡന്റ് ലത്തീഫ് അധ്യക്ഷനായി. ഗഫൂർ ഖാദർ, ഫാത്തിമ സിൽജ, രതീഷ്, ഇന്ദിര മുഹമ്മദ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.